സാമാന്യ യുക്തിയില്ലേ ചേട്ടാ? കോമൺ സെൻസ് അല്ലേ? അപ്പൊ അങ്ങേക്കൊരു എന്താ മറുപടി ഇല്ലാത്ത അങ്ങ് ചോദ്യം അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? അങ്ങ് പറയൂ. അല്ല, അങ്ങ് പറയൂ. 8 ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്താൽ മതി എന്നല്ല, 30 ലക്ഷം രൂപ ഇപ്പൊ സർക്കാർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയൂ. അല്ല ഇപ്പൊ സർക്കാർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അല്ല സർക്കാർ എത്ര അല്ല സർക്കാർ ഇപ്പൊ എത്ര രൂപയാണ് പറഞ്ഞേക്കുന്നത്? അങ്ങ് പറയൂ. അല്ല, അങ്ങ് പറയൂ. അപ്പം ആ രൂപയ്ക്കുള്ള സർക്കാർ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ 30 ലക്ഷമാണെങ്കിൽ 30 ലക്ഷം, 20 ലക്ഷമാണെങ്കിൽ 20 ലക്ഷം, അതിനുള്ള വീടുണ്ടോ ഇല്ലയോ എന്ന് അല്ല, നമ്മൾ നാട്ടിൽ വീടൊക്കെ വെക്കുന്ന ആളാണല്ലോ. ഞാനൊരു ജനപ്രതിയായിട്ട് വീട് വെച്ചോണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? അങ്ങ് പറയൂ. മഴ പെയ്യുന്നുണ്ടോ? എന്താ മറുപടി ഇല്ലാത്ത അങ്ങ് ചോദ്യം അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? അല്ല ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? മഴയില്ലല്ലോ. അതങ്ങ് മനസ്സിലാക്കിയത് അങ്ങ് കാലാവസ്ഥാ വിദഗ്ധനായതുകൊണ്ടല്ലോ. കോമൺ സെൻസ് അല്ലേ? അപ്പൊ അങ്ങേക്കൊരു ഒരു വീട് ശരി, ഇപ്പോ ആ കാണുന്ന കെട്ടിടത്തിന് 5 കോടി രൂപയായി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുവാണോ? അപ്പൊ അങ്ങേക്ക് അറിയില്ല എന്ന് പറ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാത്തതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കും അറിയാത്തതൊന്നും അല്ലല്ലോ. ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഞാൻ ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിലും അതോടൊപ്പം തന്നെ നിരവധി ഭവന നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകളെ അറിയുന്ന ഒരാളെന്ന നിലയിലുമാണ് പറയുന്നത്. നമുക്കൊരു സാമാന്യ യുക്തി ഇല്ലേ ചേട്ടാ? യൂത്ത് കോൺഗ്രസിന്റെ വീടിനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത്. ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ